എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ആബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിന്റെ പ്രോബ്ലം സോൾവ് എന്നുള്ള പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു തവണ നമ്മളിങ്ങനെ തെറാപ്പി ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാറിയ ഒരാൾക്ക് പിന്നെയും ഇത് വരാനുള്ള ചാൻസ് ഇല്ലേ? അത് ചില അസുഖത്തിൽ അങ്ങനെയുണ്ട്. ഇപ്പോൾ BPAD, ബൈപ്പോളർ അഫക്റ്റീവ് ഡിസോർഡറിലൊക്കെ റീലാപ്സ്, റെമിഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പോൾ ചിലപ്പം ഈ അസുഖം സീസണലായിട്ട് വരാം, എല്ലാ വർഷത്തിലും ഈ മാസം ഇങ്ങനെ അസുഖം വരാം. അങ്ങനെ അപ്പോൾ നമ്മൾ റിലാപ്സ് പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് സൈക്കോതെറാപ്പിയിൽ. വീണ്ടും ഇത് ലാപ്സ് അടിക്കാണ്ടിരിക്കാൻ, വീണ്ടും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 2-3 സെഷനും കൂടെ നമ്മൾ ചെയ്ത് ഒരു ഫോളോ അപ്പ് ഒക്കെ ഇട്ട് നോക്കും. അവരുടെ ഒരു 1 ഇയർ ഗ്രാഫൊക്കെ നോക്കാൻ പറയും, ഏത് മാസമാണ് കൂടുതൽ വരുന്നത് എന്നൊക്കെ. അതൊക്കെ ചില കേസുകളിൽ മാത്രമേ റിലാപ്സ് ഉണ്ടാവുള്ളൂ. നമ്മൾ അല്ലാത്ത ബാക്കിയുള്ള ഒരു 95% പേഷ്യൻസിലും നമുക്ക് അങ്ങനെ റിലാപ്സ് വരില്ല. ഒരു പ്രാവശ്യം മാറിക്കഴിഞ്ഞ് കറക്റ്റ് സൈക്കോതെറാപ്പി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നം വരില്ല. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഡിപ്രഷനുള്ളൊരു കുട്ടി എന്നെ എല്ലാവരും എന്ത് പറഞ്ഞാലും എനിക്ക് കരച്ചിൽ വരും മാഡം എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ആ കുട്ടിക്ക് ഒരു ടൂൾ കിറ്റ് പോലെ സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കുക. ആൾക്കാർ പറയുമ്പോൾ നീ ഇങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ് എന്നൊക്കെ ഉള്ളത്. ഇപ്പം ഒരു കുട്ടി പറയുക, ഐ ഹാവ് എ ഫീൽ ദാറ്റ് ഐ ആം അഗ്ലി, ഞാൻ അഗ്ലി ആണെന്ന് എനിക്കൊരു ഫീൽ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ CBTയിലെ തോട്ട് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ചെയ്യും. അതായത് ഐ ഹാവ് എ തോട്ട് ദാറ്റ് ഐ ആം അഗ്ലി. അപ്പോൾ അതെന്തായി, കുറച്ചും കൂടി അതിൻ്റെ ഒരു വീര്യം കുറഞ്ഞു. അതായത് ഐ ആം അഗ്ലി അല്ല, ഐ ഹാവ് എ തോട്ട് ദാറ്റ് ഐ ആം അഗ്ലി. എനിക്കൊരു ചിന്തയുണ്ട് ഞാൻ അഗ്ലി ആണെന്ന്. ശരിക്കും നമ്മുടെ ചിന്തകളെ നമ്മൾ വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മളെ ചിന്തകൾ സത്യമാവാം, റോങ് ആവാം. അപ്പോൾ അതിന് അങ്ങനെ മെല്ലെ സ്റ്റെപ്പ് ഉണ്ട് ഇതിന്. അങ്ങനെയൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ടൂൾ കിറ്റ് ആയി. അപ്പോൾ പിന്നെ അവർക്ക് റിലാപ്സ് വരാനുള്ള സാധ്യത ഇല്ല. പിന്നെ ബയോളജിക്കൽ എന്തെങ്കിലും കണ്ടീഷനെ കൊണ്ട് ഹോർമോണലൊക്കെ ആയിട്ട് ട്രിഗറിങ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഡ്രഗ് യൂസ്, അതേപോലെ എന്തെങ്കിലും ഇൻസിഡൻസ് അവരെ ലൈഫിൽ ഹാപ്പൻ ചെയ്യുകയാണെങ്കിലൊക്കെയാണ് മിക്ക കേസസിലും അങ്ങനെ വരാറില്ല. അപ്പോൾ സിറ്റുവേഷൻസിനോട് തന്നെ അവർ ഈ സ്കിൽസ്, നമ്മൾ പഠിപ്പിച്ച സ്കിൽസൊക്കെ വെച്ചിട്ട് കോമ്പാക്ട് ചെയ്ത് പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, വളരെ സന്തോഷം. അപ്പോൾ ഇനിയും ആർക്കെങ്കിലുമൊക്കെ മെസ്സേജുകളും ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എന്തായാലും ചോദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാവരും ഇപ്പോൾ പറയുന്ന കാര്യമാണ്, എനിക്ക് ഡിപ്രഷൻ ആണ് എന്ന്. ശരിക്കും ഡിപ്രഷൻ എന്ന് വെച്ചാൽ എന്താ? അത് നമ്മളൊക്കെ പറയുന്നത് ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സ്ലാങ് ആയി മാറിയിട്ടുണ്ട്, ഡിപ്രസ്ഡ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ #, ഡിപ്രസ്ഡ് എന്നൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻസ് ഉണ്ട്. സാധാരണ വരുന്ന ഒരു സാഡ്നെസ് അല്ലെങ്കിൽ ഒരു ദുഃഖം, അതിൽ നിന്ന് ഡിപ്രഷൻ എന്ന് പറയുമ്പം നമ്മൾ കോമൺ ആയിട്ട് ക്രൈറ്റീരിയ പറയുക 2 വീക്സ് കംപ്ലീറ്റ് ചെയ്യണം. അത് വെറും സാഡ്നെസ് മാത്രമല്ല, നമുക്ക് ഇപ്പം ഓൾറെഡി ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ നിന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് കുറയാണ്, നമ്മളൊരു ലോ മൂഡാണ്, അതേപോലെ തന്നെ സ്ലീപ്പിന് ഇഷ്യൂസ് വരിക, ഒന്നെങ്കിൽ ചില ആൾക്കാർക്ക് കൂടാം, ചില ആൾക്കാർക്ക് കുറയാം, അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതിനൊക്കെ ട്രബിൾ വരിക, ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറയുക, മൊത്തമായിട്ട് നമ്മളൊരു ട്രയാഡാണ് അതിന് പറയുക. ഒരു ഹോപ്പ്ലെസ്, ഹെൽപ്ലെസ്, വർത്ത്ലെസ് ഫീലിംഗ് ഉണ്ടാവും ഈ ഡിപ്രഷൻ ഉള്ള ആൾക്കാർക്ക്. ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അതുമായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ് ബ്രേക്കപ്പ്. എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാനും അറിയാനും അനുഭവിക്കുകയും ബ്രേക്കപ്പിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ആയി പോകരുത്, നമ്മൾ ബ്രേക്ക് അപ്പ് ആവണം എന്നുള്ളത്. ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 പേരും പിന്നെ വളരണം. അപ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണെങ്കിലാണ് അത് ബ്രേക്ക് ആവുക. ഇപ്പോൾ ഇപ്പൊ ന്യൂ ജനറേഷനിലുള്ള പിള്ളേരായാലും എല്ലാവരും ബ്രേക്കപ്പിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ബ്രേക്കപ്പിന്റെ ആ ഒരു ഡിപ്രസീവ് ഫേസിൽ നിന്ന് നമുക്ക് എണീറ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റിന്റെ പങ്ക് എത്രത്തോളാണ്? നമ്മൾ കൗൺസിലിംഗ് എടുക്കണോ, അതോ ദിസ് ടു ഷാൽ പാസ് എന്ന് പറയുന്നത് പോലെ അതൊന്ന് കടന്നു പോയി അങ്ങ് ഓക്കെ ആയി വരുമോ? അല്ല, ചെറിയ ക്രഷും ഇൻഫാക്ച്വേഷൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഭയങ്കരമായി ഇൻവോൾവ് ആയി പോയ ചില കേസിൽ നമ്മൾ ഒറ്റപ്പെട്ട പോലെ ശരിക്കുള്ളൊരു ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ഈ കാണുന്ന പോലത്തെ ഒരു സാധനമല്ല അത്. നമ്മളൊക്കെ കാണുന്ന ശരിക്കും ഒന്നുമില്ലാത്തൊരു ശൂന്യതയിലേക്ക് നമ്മൾ അങ്ങനെ ഒന്നിനും പറ്റില്ല. എത്ര കഴിവുള്ള ആൾക്കാരായാലും ഫുള്ള് കംപ്ലീറ്റ് സ്റ്റക്കായി പോകും. നമ്മൾ ഒന്നുമല്ലാതെ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയാണ് ആ ഡിപ്രഷൻ. അത് എത്ര വലിയ ധൈര്യമുള്ള ആളായാലും, കഴിവുള്ള പഠിച്ചിട്ടുള്ള ആളായാലും, അത് അയാൾ ആരായിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, സെലിബ്രിറ്റി ആയിക്കോട്ടെ, ആരായാലും അയാൾക്ക് ചിലപ്പോൾ ഡിപ്രഷൻ വരാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇത് പറയാൻ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ സൈക്കോളജിയിൽ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അനേന മാമിന് ഒരു സൈക്കോതെറാപ്പി എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അനേന മാമിനെ പേഷ്യൻ്റായിട്ട് എടുക്കില്ല.
എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമേ അറിയാം അനൈന എങ്ങനെയാണ്, എനിക്കറിയാം അപ്പോൾ അവളും ഹസ്ബൻഡുമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവളുടെ ഹസ്ബൻഡിൻ്റെ ആയിരിക്കില്ല, അവളുടെ പ്രശ്നമായിരിക്കും, നമുക്കറിയില്ല അവളെ എന്നൊക്കെ ഉള്ള പോലെ ഒരു ചിന്താഗതി നമുക്ക് ചിലപ്പം മാഡത്തിൻ്റെ മേലേക്ക് വന്നേക്കാം. അപ്പോൾ ഇതിനെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് സൈക്കോളജിസ്റ്റ് ബ്ലഡ് റിലേറ്റഡ് ആയ ആൾക്കാരിലും അല്ലെങ്കിൽ അറിയുന്ന വളരെ ക്ലോസ് ആയ സുഹൃത്തുക്കളിൽ നമ്മൾ തെറാപ്പീസ് എടുക്കാറില്ല. അപ്പോൾ മാമിൻ്റെ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ മാം എനിക്ക് റെഫർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും റെഫർ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അറിയുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബയാസ്ഡ് ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു വിഷമം എൻ്റെ സുഹൃത്തിനോട് പറയുമ്പോൾ ആ സുഹൃത്തിന് എൻ്റെ ലവറിൻ്റെ കാര്യവും അറിയാം, ആ സുഹൃത്ത് എൻ്റെ പല സ്വഭാവങ്ങളും ഓൾറെഡി അയാൾക്ക് പ്രീ ജഡ്ജ്മെൻ്റ് ഉണ്ടാവും, അപ്പോൾ അയാൾ ബയാസ്ഡ് ആവാം, അപ്പോൾ ഉത്തരങ്ങളും ചിലപ്പം ബയാസ്ഡ് ആവാം. പക്ഷേ നമ്മൾ വേറെ തന്നെ ഒരു പുതിയൊരു മനുഷ്യനെ കാണുമ്പം തെറാപ്പിസ്റ്റ് ഇസ് എ നോൺ ജഡ്ജ്മെൻ്റൽ നോൺ ബയാസ്ഡ് പേഴ്സൺ. അയാൾക്ക് ഏത് മതം സാധനം അങ്ങനെയൊന്നുമില്ല. അയാൾ നിങ്ങൾ ചെയ്തതിൽ ശരി തെറ്റ്, നീ ചാടുന്നത് ഒരു കുഴിയിലേക്കാണ് മോളെ, നീ മനസ്സിലാക്കിക്കോ, എന്നാൽ നീ നല്ലപോലെ ചാടിക്കോ, വെരി ഗുഡ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കും. തീരെ കേൾക്കാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളെല്ലാം പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞു കൊടുക്കും. അവരുടെ ലൈഫാണ്, അതെന്ത് ചെയ്യണമെന്ന് പറയാം. പക്ഷേ ചില ആൾക്കാർ പറയും, ചില സൈക്കോളജിസ്റ്റുമാർ മറ്റ് സൈക്കോളജിസ്റ്റുമാരെ കുറ്റം പറയില്ല, ചില പേഷ്യൻസുകൾ പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ട ഡിസിഷൻ എടുക്കേണ്ടത് ഞാനല്ലേ, നിങ്ങളാരാ അഡ്വൈസ് ചെയ്യാന്നൊക്കെ. നമ്മൾ അഡ്വൈസ് ഒന്നും കൊടുക്കുന്നില്ല. സൈക്കോളജിയിൽ വലിയൊരു മിസ്കൺസെപ്ഷനാണത്. സൈക്കോളജിസ്റ്റുമാരല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് അഡ്വൈസുകൾ കൊടുക്കുന്നില്ല. നമ്മൾ അവർക്ക് കാര്യങ്ങൾ, നിൻ്റെ കാര്യം കേട്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നു, ഇങ്ങനെ തോന്നുന്നു, ഇങ്ങനെ തോന്നുന്നു, നിനക്കൊരു തോട്ടിൽ ഒരു പ്രശ്നമുണ്ട്, അതിന് ഈ ടെക്നിക്ക് ചെയ്ത് നോക്ക്, എന്നിട്ട് നിനക്ക് റെഡി ആവണ്ടോ നോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അതെ അതെ. നമുക്ക് വേറെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ എപ്പോഴും ഉച്ചത്തിലാണ് സംസാരിക്കാറ്. എൻ്റെ മാഡം എന്നും പറയും ഒച്ച കുറയ്ക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ മാഡം? സൗണ്ട് കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഓക്കെ, ഈ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എപ്പോഴും ചിലപ്പം ഒരാൾ തന്നെയാണ് ഇപ്പോൾ ഈ ലൗഡായിട്ട് സംസാരിക്കുന്നത് അല്ലെ കുറേ നേരം സംസാരിക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റുള്ള ആൾക്ക് എന്താവും, അയാൾ എന്നെ കേൾക്കുന്നില്ല എന്നാവും. അപ്പം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എപ്പോഴും വിചാരിക്കേണ്ടത് നമ്മൾ ബോത്ത് ഒരു ലിസണറും അതേപോലെ തന്നെ നമുക്കൊരു സ്പീക്കറും ആക്കാൻ പറ്റണം. എന്നാലും അവിടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് നടക്കുള്ളൂ. അപ്പോൾ സൗണ്ട് കുറയ്ക്കുക എന്നുള്ളത് ചിലപ്പം ചില ആളുകൾക്ക് പറ്റുന്നുണ്ടാവില്ല. അതായത് അവർ ചെറുപ്പത്തിലേ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി സംസാരിക്കുന്നവരായിരിക്കും. പക്ഷെ ചില സിറ്റുവേഷൻസിൽ വരുമ്പോൾ എന്താക്കേണ്ടി വരും, നമ്മൾ ആ സൗണ്ട് കുറയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ കേട്ടിരിക്കുക എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തേണ്ടി വരും. പിന്നെ വേറൊരു പ്രശ്നം അതിൽ വരിക എന്താ വെച്ചാൽ, ഈ സൗണ്ട് കൂടുമ്പോഴാണ് ദേഷ്യം പിടിച്ച പോലെ തോന്നുക. ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്പീഡ് കൂടും. അതായത് നിനക്കെന്താ ഒന്ന് നേരത്തെ വന്നാ എന്ന് നമ്മൾ ചോദിക്കുന്നത്. ചൂടാകുമ്പോൾ നമ്മളെങ്ങനെയൊക്കെയാ, നിനക്കെന്താ ഒന്ന് നേരത്തെ വന്നാ, നമ്മളെ ടോൺ മാറി, മുഖം മാറി, സൗണ്ട് കൂടി, സ്പീഡ് കൂടി. അപ്പം നമ്മൾ ചിലപ്പോൾ സ്പീഡിലും സൗണ്ടിലും സംസാരിക്കുമ്പോൾ എതിരെ നിൽക്കുന്ന ആൾക്ക് ഞാൻ ഭയങ്കര ടു ബോസി ആയോ, എന്നെ പഠിപ്പിക്കാൻ വരണ്ട നീ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീല് ചിലപ്പം ഉണ്ടായേക്കാം. അതിനെക്കൊണ്ട് നമ്മൾ സൗണ്ടിലും നമ്മുടെ സൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അലേർട്ട് ആവുക. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അലേർട്ട് ആവുക, എൻ്റെ സൗണ്ട് കൂടുതലില്ലോ നമ്മൾ മെല്ലെ മെല്ലെ. പിന്നെ ഈ ചെവിയിൽ ഹെഡ്ഫോൺസ് ഒക്കെ നല്ല സൗണ്ടിൽ വെച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ സൗണ്ട് ചിലപ്പം കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മിനിമം വോയിസ്, നിങ്ങൾക്ക് എത്ര വോയിസിലാണ് നിങ്ങൾക്ക് കേൾക്കുക പാട്ട്, ആ വോയിസിൽ വെക്കുക, 100-ൽ കൊണ്ടുപോയി വെക്കരുത്. അതേപോലെ എല്ലാ കാര്യത്തിലും അതെ, നമ്മൾ ബ്രൈറ്റ്നെസ് ലാപ്ടോപ്പിൻ്റെ വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ വോയിസ് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്ര മതി, എനിക്ക് കേൾക്കാമല്ലോ എന്നുള്ളൊരു സൗണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനും ചെവിക്കും ഒക്കെ അത് തന്നെയാണ് നല്ലത്. സൗണ്ടിനെ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബാക്കി 2 കാര്യമാണ് നമ്മളെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ എല്ലാരെയും എതിർത്ത് സംസാരിക്കുന്ന രീതിയാണോ? അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ എതിർത്ത് സംസാരിക്കുന്നതല്ല, പക്ഷെ നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂ ആൾക്കാരോട് വെക്കുന്നതാണ്. ഓക്കെ, അപ്പം കുറേ ആൾക്കാർ പറയും എനിക്ക് നോ പറയാൻ അറിയില്ല പറയും. ഓക്കെ, അതായത് നോ പറയാൻ അറിയില്ല, അവരുടെ ഒപ്പീനിയൻസ് പറയാൻ അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ അസർട്ടീവ്നെസ് സ്കില്ല് കൊടുക്കുന്ന ആൾക്കാർക്ക്. അല്ലാണ്ട് ചില ആൾക്കാർ അഗ്രസീവായിട്ട് പറയും, അതായത് എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വേണേൽ ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം അസേർട്ടീവായിട്ട് വേണമെന്ന് പറയും. ഒന്ന് പാസീവാണ്, അവരെന്താണോ പറയുന്നത് അത് നമ്മൾ അനുസരിക്കുക. മറ്റൊരു സൈഡ് നോക്കുമ്പോൾ അഗ്രസീവാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു നടുവിൽ വരുന്ന സാധനമാണ് അസേർട്ടീവ്. നമ്മളെ പോയിന്റ് വെക്കുകയും വേണം, നമ്മുടെ ഒപ്പീനിയൻസ് പറയാൻ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചിരിച്ചുകൊണ്ട് നല്ല രീതിക്ക്, അതായത് അമ്മ ഇന്ന് ഞാൻ ഒരു ദിവസം ലേറ്റായിട്ട് എണീച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഉള്ള പോലെ, അല്ലാണ്ട് നാളെ ഞാൻ നേരത്തെ ഒന്നും എണീക്കില്ല
എനിക്ക് നാളെ ഇന്ന് പഠിക്കാനുണ്ട് എന്നൊക്കെ നമ്മൾ റൂഡായിട്ട് പറയാതെ മയത്തിൽ നമുക്ക് അസേർട്ടീവ് ആവുക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നീഡ് എന്താണ് അത് നടക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ ചൂടായിട്ട് കാര്യം സാധിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. നമ്മുടെ നീഡ് എന്താണ്, നാളെ ഇങ്ങനെ നേരം വൈകി എണീച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഞാൻ ലീവ് എടുക്കുന്നതിന് പാരൻസ് സമ്മതിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അതേപോലെ എൻ്റെ ബോസ് നാളെ എനിക്ക് ലീവ് തരണം. നമ്മൾ ചൂടായിട്ട് ഞാൻ ഈ മാസം മൊത്തം ലീവ് എടുത്തില്ല സാറേ, എനിക്ക് എന്തായാലും ലീവ് വേണം എന്നൊക്കെ ചോദിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി സ്കില്ലൊക്കെ യൂസ് ചെയ്ത് അസേർട്ടീവ്ലി പറഞ്ഞ് സാധിക്കുന്നതാണ് അതിൻ്റെ ബുദ്ധി. നമ്മൾ കുറച്ച് കുരുട്ട് ബുദ്ധിയൊക്കെ യൂസ് ചെയ്തിട്ട് അത് പോസിറ്റീവായിട്ടും യൂസ് ചെയ്യാം, നെഗറ്റീവായിട്ടും യൂസ് ചെയ്യാം അസേർട്ടീവ്നെസ്. ചില ആൾക്കാരൊക്കെ ചില പേഷ്യൻസ് പറയും, അയ്യോ ആ ആള് തീരെ മനസ്സിന് നന്മയില്ലാത്ത ആളാണ്, പക്ഷെ എല്ലാവർക്കും എന്ത് കാര്യമാണെന്ന് അറിയാം, എല്ലാവരുടെ അടുത്തും ചിരിച്ച് പറഞ്ഞ് ഒപ്പിച്ച് എന്താ മോളെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചെയ്യുന്ന പല അമ്മായിമാരൊക്കെ പറ്റി പറയും. പക്ഷെ ഉള്ളിൽ ഭയങ്കര കുശുമ്പും പ്രശ്നക്കാരിയൊക്കെ ആയിരിക്കും. അപ്പോൾ അസേർട്ടീവ്നെസ് ചില ആൾക്കാർ കഴിവുള്ളവർ നല്ലതിനും യൂസ് ചെയ്യും, ചില ആൾക്കാർ ചീത്തയും. നമ്മൾ നന്മയിലേക്ക് യൂസ് ചെയ്യാൻ നോക്കാം എല്ലാ സാധനവും. പ്രോബ്ലം സോൾവില് ഇനി ചെറിയൊരു ബ്രേക്ക്, നമുക്ക് ഉടനെ തന്നെ തിരിച്ചു വരാം.